ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ ചായയ്ക്ക് നമുക്കെല്ലാവർക്കും ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇതാണ് കുമ്പളപ്പത്തിൻ്റെ റെസിപ്പി. നമ്മൾ വീട്ടിലൊക്കെ എല്ലാവർക്കും വേണമെങ്കിൽ വൈകുന്നേരം ചായയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, വേഗം വിശപ്പും മാറും. കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഇതുപോലൊരു പാത്രത്തിൽ അല്പം വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് പൊടി എടുത്തിട്ട് അത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളത്തിലേക്ക് പത്തിരിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ പത്തിരിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ ആയി വരും. ചൂടുവെള്ളത്തിൽ പൊടി നന്നായി വാട്ടി കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടി കുറച്ച് നേരം തുറന്നു വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് പോയിട്ട് കുറച്ച് ഇലയൊക്കെ പറിച്ചുകൊണ്ട് വരാം. ഇതാണ് കേട്ടോ എൻ്റെ നാട്. എൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് നിറയെ പാടവും വയലും കുളങ്ങളും തെങ്ങും പച്ചപ്പും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഇലകളൊക്കെ നമുക്ക് നല്ല വൃത്തിയിൽ കഴുകി തുടച്ച് വെക്കണേ. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യമായ തേങ്ങ ചിരവി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പൊടിയൊക്കെ ചൂടാറി നല്ല കുഴയ്ക്കാൻ പാകത്തിനായിട്ടുണ്ടാവും. ഇനി നമുക്കിത് എടുത്തിട്ട് നല്ല വൃത്തിയിൽ ഉരുട്ടി പരത്തി വെക്കണം. അതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ഉരുളയാക്കി എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ആവശ്യത്തിന് ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ അളവിൻ്റെ മാമൻ്റെ മോനാണ് കാശി. ഇവനാണ് കേട്ടോ ഏലക്കായ പൊളിക്കാനുള്ള ഡ്യൂട്ടി ഏറ്റെടുത്ത്. ഇനി ഈ പൊടിച്ചു വെച്ച ഏലക്കായ ചതച്ചതിന് ശേഷം ഈ തേങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം അവിലും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശർക്കര ഉള്ളവർക്ക് അതും ആഡ് ചെയ്യാം. ഇപ്പോൾ ശർക്കര ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് നമ്മുടെ പത്തിരീൻ്റെ പ്രസ് ഇവിടെ റെഡിയാക്കി വെച്ചതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ മിനുക്കിയതിൻ്റെ ശേഷം നമുക്ക് സാധാരണ നമ്മൾ പത്തിരി ചുട്ടെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്കിതൊന്ന് ഓരോരോ ഇല എടുത്തിട്ട് ഇത് കുത്തി കൊടുക്കാം. എന്നിട്ട് ഈ കുത്തി വെച്ചതിൻ്റെ ഉള്ളിലേക്കാണ് ഈ പത്തിരി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പത്തിരി കൊണ്ട് തന്നെ മുകൾ ഭാഗം അടച്ച ശേഷം അത് അടുപ്പത്തേക്ക് വെച്ച് വേവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓരോ ഇലകളായിട്ട് നമുക്കിങ്ങനെ കുത്തി നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ഇലകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതേപോലെ മടക്കി ഓരോ ഇലകളിലേക്കായിട്ട് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. നമുക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് നിൽക്കും. എന്നിട്ട് ഇതേപോലെ ഓരോ സ്പൂണായിട്ട് നമുക്ക് 2 സ്പൂൺ അളവിൽ മതി. അത് വെച്ച് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പത്തിരിയും കൂടെ ആഡ് ചെയ്താൽ അത് നന്നായിട്ട് നല്ല വൃത്തിയിൽ മുകൾ ഭാഗം അടഞ്ഞു കിട്ടും.
ഇനി നമുക്ക് ഇതുപോലൊരു ഇഡ്ഡലി ചെമ്പിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അത് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ ഒരു തട്ട് വെച്ച് അതിലേക്ക് ഓരോ അപ്പം ഇറക്കി വെച്ച് അടച്ച് വേവിക്കുക. കുറച്ച് സമയം കഴിയുമ്പം ഇതിന്ന് ആവി പോവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വെന്തോ ഇല്ലേന്ന്. 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഓരോ അപ്പമായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പം ഒരു ട്രിപ്പിൽ ഉണ്ടാക്കിയെടുത്ത അപ്പമാണ് കേട്ടോ ഈ ബോക്സിലുള്ളത്. ഇനി ഇത് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുപോലെ ഇതിലിങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ നല്ല സൂപ്പർ ചായക്കടി കിട്ടും. വൈകുന്നേരത്തെ ചായക്ക് നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിച്ച് നോക്കുക. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചായ പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ കഴിക്കാത്തവരുണ്ട്, തീർച്ചയായും ഇതുണ്ടാക്കി കഴിച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.